ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി. 5:30ക്ക് അലാം അടിച്ചതാണ്, പക്ഷേ ഞാനത് ഓഫാക്കിയിട്ട് വീണ്ടും കിടന്നു. പിന്നെ എനിക്ക് വന്നപ്പോൾ 6 മണി കഴിഞ്ഞ്. അതുകൊണ്ട് രാവിലെ അടുക്കളയിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് 7:07 ഒരു ട്രെയിനുണ്ട്. അത് പിടിച്ചില്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ കോളേജിലെത്താൻ പറ്റില്ല. രാവിലെ 9:30 തൊട്ട് 1:45 വരെ നമുക്കിന്ന് ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് ഉച്ചത്തേക്ക് ഫുഡൊന്നും വേറെ എടുക്കണ്ട. സ്നാക്സ് എന്തെങ്കിലും ചെറുതായിട്ട് കയ്യിൽ പിടിച്ചാൽ മതി. ഞാൻ ദേ വന്നപ്പോഴത്തേക്കും ട്രെയിനും വന്നു. പിന്നെ വേഗം ഓടി ട്രെയിനിൽ കയറി ഒരു സീറ്റ് നോക്കിയിരുന്ന് പിന്നെ ട്രെയിനിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ആ ജനലിൽ നോക്കി അങ്ങനെ ഇരുന്നു. അതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ നാട്ടിലെ കാര്യം വലിച്ചത്. കാരണം നാട്ടിലായിരുന്നെങ്കിൽ മമ്മി നേരത്തെ എണീക്കും. പിന്നെ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടായിരിക്കും മമ്മി നമ്മളെ എണീപ്പിക്കുക. ബസ് കയറ്റി വിടാനാണെങ്കിൽ പപ്പ ഉണ്ടാവും. ഒന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ UK വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഞാൻ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയ പോലെ എനിക്ക് തോന്നി തുടങ്ങി. കാരണം ആരും നമ്മളെ ചെയ്യിപ്പിക്കാൻ ആരുമില്ല. നമ്മൾ സ്വന്തമായിട്ടെല്ലാം തന്നെ ചെയ്യണം. ഫുഡാണെങ്കിലും നമ്മുടെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് ചെയ്യണം. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ലൈഫ് ഇങ്ങനെ ആയിരിക്കൂലേ, ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ഇങ്ങനെ തന്നെയാവും തോന്നുന്നു. അപ്പോൾ ഈ കഥ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ കോളേജിൽ എത്തിയിട്ടോ. കോളേജിൽ വന്നപ്പോഴാണ് ഞാൻ അറിയണത് ഇന്ന് ഒട്ടുമിക്ക പിള്ളേരും ലീവായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി എനിക്ക് ലീവ് എടുക്കാമായിരുന്നു എന്ന്. പിന്നെ അറ്റൻഡൻസിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അതെ, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇനിയുണ്ട് ആൾക്കാർ, പക്ഷെ അവരൊക്കെ ലീവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. വലിയ ബോറടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നോർമലി പോലെ തന്നെ. തിരിച്ചു വരുമ്പോഴാണെങ്കിൽ ഒടുക്കത്തെ ചൂട്, 31 ഡിഗ്രി എങ്ങാണ്ടായിരുന്നു ഇന്നത്തെ ചൂട്. പിന്നെന്താ, ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഇങ്ങനെയാണ്. രാവിലെ മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് വെയിലാണെങ്കിൽ വൈകുന്നേരം ഭയങ്കര തണുപ്പ്. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതന്നെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.